ഡൽഹിയിൽ വീണ്ടും യുദ്ധത്തിലേക്കാണല്ലോ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ഒരു ഇടവേള ഉണ്ടായിരുന്നു, പക്ഷേ വീണ്ടും അശാന്തമാവുന്നു പശ്ചിമേഷ്യ. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ച് പശ്ചിമേഷ്യയിൽ ഇന്ന് നടക്കുന്ന ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ തികഞ്ഞ ഒരു ഫാസിസ്റ്റ് ശൈലിയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. സാമ്രാജ്യത്വ ശക്തിയുടെ അജണ്ടയാണത്. കാര്യം എന്താന്ന് വെച്ചാൽ അമ്മാവൻ തെളിച്ചു പറ. സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇറാൻ. ഇറാൻ നട്ടലുള്ള രാഷ്ട്രമാണ്. ദാണ്ടെ ഒന്ന് പറയുമ്പോൾ രണ്ടാമത് കൈയും പൊക്കിക്കൊണ്ടുവരരുത്. ഇങ്ങനെ പേടിക്കലടാ. നമ്മൾ ഇന്നിപ്പോ കാണുന്ന വാറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതെങ്ങനെ തുടങ്ങിയെന്നോ, എന്താണ് ഇതിന്റെ തുടക്കം എന്നുള്ള ആ കാലഘട്ടമൊക്കെ എല്ലാവരും മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എല്ലാവരും നോക്കുമ്പോൾ അത് ഇസ്രായേൽ തിരിച്ചടിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ബോംബിട്ടു, ഇത്ര മാത്രമേ എല്ലാവരും മനസ്സിലേക്ക് ഓർമ്മപ്പെടുന്നതായിരിക്കും. അതെ, അപ്പൊ ഇതിന്റെ ആ തുടക്കം എന്ന് പറയുന്നത് ഏറ്റവും മിനിമം നമ്മൾ ഒക്ടോബർ 7 മുതൽ തന്നെ തുടങ്ങണം. എന്തോ സംഭവമുണ്ട്, എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ആ ഒക്ടോബർ 7 ഈ പറയുന്ന 3 ഹാ ഹി ഹു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ഹൂത്തികൾ. ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. ഈ 3 പേരെ പ്രോക്സി വാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് തുടക്കമിട്ടത് ആരാണ്? അത് ഇറാനാണ്. ഈ ഹൂത്തികൾ ആരാണ് അവർക്ക് ചോറും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത്? അത് നമ്മൾ തന്നെ. ഹിസ്ബുള്ള ആരുടെ സൈന്യമാണ്? ഇറാന്റെ അല്ലേ? ഹമാസ്. നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. എന്താ കാര്യം? ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. ഹമാസിന്റെ തന്നെ ലീക്ഡ് ആയിട്ടുള്ള അവരുടെ തന്നെ ഡോക്യുമെന്റിൽ നിന്ന് വന്നത് എന്താണ്? നോക്കിക്കോളൂ. ചേച്ചി തൂക്കിയല്ലോ നാഥ. അതായത് ഇസ്രായേലും സൗദി അറേബ്യയുമായിട്ടുള്ള ആ ബന്ധം അവിടെ ഊഷ്മളമാകുന്ന അതിന്റെ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് ശരിയാകില്ല, അതിനെ തകർക്കണം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പക്ഷേ അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞതാ. അതിന് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുതിയൊരു അറ്റാക്ക് നമ്മൾ നടത്തി അതിനെ പൊളിക്കണം എന്ന് തന്നെ എഴുതി വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഈ പ്രോക്സി വാർ. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്? എല്ലാം തൊലച്ചു. ചുരുക്കി പറഞ്ഞാൽ അബ്രഹാം അക്കോർഡ്സിനെ തകർക്കുക, സമാധാനം ഇല്ലാതെയാക്കുക. അപ്പൊ നിങ്ങൾ പറയും, സമാധാനം ഇല്ലാതെയാക്കണം എന്ന ലക്ഷ്യം ആർക്കാണ്? ഇത് അവിടെ ഉണ്ടായിരിക്കും, ഇതിന്റെ വസ്തുതകൾ അവിടെ ഉണ്ടായിരിക്കട്ടെ. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതെല്ലാം അമേരിക്കയുടെ തലയിലിട്ട് മുങ്ങാം എന്ന് പറയുന്ന ഒരു പൊതു നിലപാട് ഇവിടുത്തെ ഒരു ആളുകൾക്ക് വലിയ മാനവികവാദിയാണെന്നൊക്കെ കാണിക്കാൻ, യുദ്ധവിരുദ്ധനാണ് അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധനാണെന്നൊക്കെ കാണിക്കാൻ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെയല്ല.